സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പഴയകാല രീതിയിൽ ഒരു ബീഫ് കുറുമയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ബീഫ് കറി, പിന്നെ ബീഫ് നമ്മൾ വറുത്തത് പോലത്തെ അങ്ങനെ പല വ്യത്യസ്ത രീതിയിലുള്ള ബീഫ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ബീഫ് കുറുമയാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ സിസ്റ്റർ തന്ന റെസിപ്പിയിൽ നിന്നാണ് ഞങ്ങൾ ഈ റെസിപ്പി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനും ബാധ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ ബീഫ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സവോള, തക്കാളി, തേങ്ങ അരച്ചത്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, അണ്ടിപ്പരിപ്പ് അരച്ചത്, അതുപോലെ തന്നെ കുറച്ച് കറുവപ്പട്ട, അല്ലേ, ഗ്രാമ്പൂ, ഏലക്ക ചതച്ചതുണ്ട്. അതുപോലെ 10-20 വറ്റൽമുളക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇരുവുണ്ട്, അതുപോലെ തന്നെ ഒരു നാരങ്ങ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായെന്ന് തോന്നുന്നു, അല്ലേ? പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പണ്ട് കാലങ്ങളിൽ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഈ രീതിയിലാണ്. പണ്ടൊക്കെ വറ്റൽമുളകൊക്കെ കല്ലേ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തും അരച്ചെടുത്തും ഇഞ്ചിയൊക്കെ കല്ലേ വെച്ച് അരച്ചെടുത്തും ഉണ്ടാക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. മുളക് പൊടിയായിട്ടല്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത്, വറ്റൽമുളകായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം. ഒരു 4 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിക്കട്ടല്ലേ? വാടിട്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വാടി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താലോ? പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 10 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുറുമയ്ക്കൊക്കെ പച്ചമുളക് നല്ല ടേസ്റ്റ് അല്ലേ? പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുളകിനൊക്കെ ഇച്ചിരി എരിവ് ഉണ്ടെന്ന് തോന്നൂലേ? ഇപ്പം എരിവ് കുറവുള്ള മുളകാണെങ്കിൽ ഒരു 2 കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക 3 എണ്ണമാണ്. ഇതിന് പോലെ നമുക്ക് പെട്ടെന്നൊന്നും വീടുകളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ 20 ഏലക്ക, 10 ഗ്രാമ്പു, അതുപോലെ തന്നെ 2 കഷ്ണം കറുവപ്പട്ട. അപ്പം നമ്മൾ അതും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലേ? ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം. അന്നേരം തന്നെ നമുക്ക് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താലോ? സവോളയിലൊക്കെ ഉപ്പ് പിടിച്ചോളൂല്ലോ, പെട്ടെന്ന് വാടിയും കിട്ടും. വാടിയിട്ടില്ലേ? ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞങ്ങളൊരു 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 25 വറ്റൽമുളക് അരച്ചെടുത്തതാണ്. അതും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വറ്റൽമുളകിന്റെ സ്ഥാനത്ത് നമ്മൾ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. മുളക് പൊടി ചേർത്താലും മതി. ചൂടായാൽ മതി, അല്ലേ? നമുക്ക് ഇറച്ചിയും കൂടി ഇട്ട് വേവിച്ചെടുക്കേണ്ടതല്ലേ? സവോളയിലോട്ടൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാലയിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്, അതുപോലെ ബീഫും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി പെട്ടെന്ന് കുക്കർ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ട് വേവിച്ചെടുത്താൽ ഇപ്പോൾ എളുപ്പമാണല്ലോ എല്ലാവരും നോക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. നമുക്കിത് രണ്ടും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യൊക്കെ കൂടിയതാണ്. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അതുകൊണ്ട് നമുക്ക് നെയ്യൊക്കെ കൂടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, അല്ലേ? എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ 1 കിലോ ബീഫല്ലേ എടുത്തത്? 1 കിലോ ബീഫ് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താലോ? ഇറച്ചി വെന്ത് കിട്ടണ്ടേ? ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇറച്ചിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ചോളൂല്ലോ, അല്ലേ? കുറച്ച് ഇട്ടേ. കുറച്ച് ഉപ്പ് ഇട്ടു മതിയല്ലേ? വേണമെങ്കിൽ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് കൊടുക്കാം. നമുക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താലോ? 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കറിവേപ്പില എല്ലാതും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ്. നല്ലൊരു സ്മെല്ല്, നല്ല ഫ്ലേവർ അല്ലേ, അല്ലേ? ഇട്ട് കൊടുക്കട്ടെ? ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് തോന്നുന്നു, അല്ലേ? ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുത്താലോ? വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കാം, അല്ലേ? കുക്കറിലായതുകൊണ്ട് ഇറച്ചിയിലെ വെള്ളം സ്വാഭാവികമായിട്ട് അതിലോട്ട് ഇറങ്ങൂലോ. അപ്പോൾ ഇറച്ചി മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ഞങ്ങളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതും കൂടെ നമ്മൾ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് 6 വിസിലടുപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. 6 വിസിലടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്തോന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയാലോ? ചട്ടിയിലേക്ക് മാറ്റാം നമുക്ക്. അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചട്ടിയിലിട്ട് വേവിക്കുകയാണെങ്കിൽ കൂടുതലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് എളുപ്പം കുക്കറിലാണെങ്കിൽ കുക്കറിൽ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ബീഫ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ കുക്കറിൽ ഇറച്ചി വേവിച്ച സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് അല്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത ശേഷം കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ബീഫിനകത്ത് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. ഇനി വെന്ത് ശേഷവും വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരല്ലേ? ഇപ്പൊ പുളി കുറവാണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുത്താലും മതി. നമ്മളിത് 1/2 കപ്പ് തൈര് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് അരച്ചു കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു ഫ്ലേവറുമാണ്. അണ്ടിപ്പരിപ്പ് ഒരു 10 നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്താണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? നന്നായിട്ടൊന്ന് ഇളക്കി ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറുകി വരുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും അല്ലേ? ഒരല്പം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അല്ലേ? പിന്നെ നമുക്കൊന്ന് ആവി കയറുന്ന സമയത്ത് നോക്കാം അല്ലേ? ചെറുതായിട്ടൊന്ന് തിളച്ച് നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്, അധികം തിളച്ച് മറിയരുത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നാരങ്ങ നീരും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അല്ലേ? വാങ്ങാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്ക് തുറന്ന് നോക്കി ഒന്ന് തിളച്ചൊന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. തിളച്ച് വരുന്നുണ്ടല്ലേ? കുറുകി വരുന്നുണ്ടല്ലേ? കുറുകി. ഉപ്പൊക്കെ നോക്കിക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ആ തൈരിൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കി. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ആ തൈരിൻ്റെ ആ പുളിയെല്ലാം നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് വാങ്ങി വെക്കാം. നാരങ്ങാനീരൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും അല്ലേ? നല്ലൊരു ഫ്ലേവറാണ്. ആ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാം. ഒരു നാരങ്ങയുടെ നീരാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഒരല്പം കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 കറിവേപ്പില ഇടാം അല്ലേ? അടിപൊളി കറി ആവട്ടെ. ഒപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാം, അടിപൊളി കറിയാട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും സാധാരണ കുറുമയെ പോലെയല്ലല്ലോ അല്ലേ? സാധാരണ കുറുമയ്ക്ക് ഒരു വൈറ്റ് കളർ അല്ലേ വരുന്നത് അല്ലേ? ഗ്രേ കളറ്. വറ്റൽമുളകും കൂടെ അരച്ചത് കൊണ്ട് വേറെ നല്ലൊരു ടേസ്റ്റാണ്, വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടല്ലേ? ഒരുവിധം കുറുകണം, എന്നാലേ കുറുമ എന്നുള്ള പേര് തന്നെ അങ്ങനെയല്ലേ? നല്ല ചൂട് പൊറോട്ടയ്ക്ക് അടിപൊളി ടേസ്റ്റ് അല്ലേ കൂട്ടി കഴിക്കാൻ? 3-4 പൊറോട്ട ഇതിൻ്റെ ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. ചാറിനാണ് ടേസ്റ്റ്. ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ പാലപ്പത്തിനും സൂപ്പറാ. ഈ ചാറങ്ങ് ഒഴിച്ചങ്ങോട്ട് നല്ല ചൂട് പൊറോട്ടയും ഇഷ്ടം പിടിച്ചാൽ ഉഗ്രനായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ഇതിനകത്ത് പച്ചമുളകൊക്കെ നമ്മൾ ചേർക്കുന്നത്, അതുപോലെ വറ്റൽമുളകൊക്കെ അരച്ച്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ കറിയിൽ. അതിൻ്റെ ആ ഗ്രേവിക്കാണ് ടേസ്റ്റ്. ഒരു കുറച്ച് കുറുകിയിരിക്കണം, എന്നാലും നമ്മൾ ആ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.